പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു വിശ്വാസം അതിന് വേണമല്ലേ? എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ഹെയറിന്റെ ഒരു വളർച്ച കണ്ടോ? ഇതിന്റെ ഡേറ്റും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മെയ് 22-ാം തീയതിയാണ് കേട്ടോ. ഇത് നോക്കിയേ, അതിനേക്കാളും കുറച്ചുകൂടി നീളം വെച്ചിട്ടുണ്ട് ഈ ഹെയറിന്. അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടി തിക്നെസ്സും കൂടിയിട്ടുണ്ട് ഇല്ലേ? കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം, വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി തിക്നെസ്സും നീളവും ഇതിന് കൂടിയിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ഒരു ദിവസത്തിന്റെ ആ ഒരു ഡേറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയേ, ജൂൺ 4-ാം തീയതിയാണ്. അപ്പോൾ വളരെ 10 ദിവസത്തിനുള്ളിലുള്ള വ്യത്യാസമാണ് കണ്ടത്. ഇനി നമ്മൾ ഈ ഒരു വ്യത്യാസം കൂടി കാണിച്ചു തരാം. ഇതും വളരെ കുറഞ്ഞ ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള വ്യത്യാസമാണ്. ഫസ്റ്റ് കണ്ട ഹെയറും സെക്കൻഡ് കണ്ട ഹെയറും ഇപ്പൊ നിങ്ങൾ തേർഡ് കാണുന്ന ഹെയറും തമ്മിൽ വളരെ ദിവസങ്ങൾ കൊണ്ട് തന്നെ വന്നിട്ടുള്ള ഒരു വ്യത്യാസമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വെറും ഒരു ഹെയർ ഓയിലും അതുപോലെ തന്നെ റോസ്മേരി വാട്ടറും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഇത് നോക്ക്, 21-ാം തീയതി ആ ഒരു യാത്ര, 4-ാം തീയതിയിൽ നിന്ന് 21-ാം തീയതിയിലേക്കുള്ള യാത്രയിലാണ് വളരെ പെട്ടെന്ന് ഹെയറിന്റെ ഗ്രോത്തും തിക്നെസ്സും കൂടിയിട്ടുള്ളത് കേട്ടോ. അത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആരീസ് ഹെർബൽസിന്റെ ഹെയർ ഓയിലും റോസ്മേരി വാട്ടറിനും ഇത്ര ഡിമാൻഡ് ഉള്ളത്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപയോഗിച്ച ആളുകളുടെ വിശ്വാസം.